ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് നാളെ പരിഗണിക്കും. തന്ത്രി കണ്ഠരര് രാജീവ് വരെ നൽകിയ പുനഃപരിശോധനാ ഹർജികളിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 4 യുവതികൾ ഇന്ന് സുപ്രീംകോടതിയെ സമീപിച്ചു. ശുദ്ധിക്രിയയിൽ തന്ത്രിക്കെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി നാളെ ലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് വിസമ്മതിച്ചു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച സെപ്റ്റംബർ 28 വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അയ്യപ്പ ഭക്തരും വിവിധ സംഘടനകളും തന്ത്രിയും നൽകിയ 54 ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുക. വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചാൽ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് തുടർവാദ തീയതി നിശ്ചയിക്കും. മറിച്ചാണെങ്കിൽ ഹർജികൾ തള്ളും. വിഷയം കൂടുതൽ പരിശോധനയ്ക്കായി 7 ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടേക്കാമെന്നതാണ് മറ്റൊരു സാധ്യത. മുൻ അറ്റോർണി ജനറൽ KK പരാശരൻ, മോഹൻ പരാശരൻ, V ഗിരി, ശ്യാം ദിവാൻ, രാജീവ് ധവാൻ തുടങ്ങി ഒരു കൂട്ടം മുതിർന്ന അഭിഭാഷകർ നാളെ വാദപ്രതിവാദങ്ങൾക്ക് ഹാജരാകും. ശബരിമലയിൽ ഇതിനകം യുവതികൾ പ്രവേശിച്ചിട്ടുണ്ട്. അതിനാൽ സുപ്രീംകോടതി വിധി നടപ്പിലായി കഴിഞ്ഞു എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചേക്കും. വിവാദമായ 51 പേരുടെ മുൻ പട്ടിക തിരുത്തി 17 ആക്കിയെങ്കിലും സർക്കാർ അത് സമർപ്പിക്കുമോ എന്ന് വ്യക്തമല്ല. അതിനിടെ തന്ത്രി കണ്ഠരര് രാജീവര് നൽകിയ പുനഃപരിശോധനാ ഹർജികളിൽ കക്ഷി ചേരാൻ ബിന്ദു, കനകദുർഗ, രേഷ്മ, ശാലിനി എന്നീ യുവതികൾ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി. അടുത്ത മാസം നട തുറക്കുമ്പോൾ ദർശനത്തിന് അവസരമൊരുക്കണമെന്ന് രേഷ്മയും ശാലിനിയും ആവശ്യപ്പെട്ടു. ടി. കെ. റാഷിദ്, മീഡിയ 1, ഡൽഹി.